വലിയ പദ്ധതികളൊന്നും ഏറ്റെടുത്ത് നടപ്പാക്കാനാകാത്തതോടെ KSEBയിലെ സിവിൽ വിഭാഗം ചീഫ് എഞ്ചിനീയർമാരുടെ ഘടനയിൽ മാറ്റം വരുത്തി. 4 വിഭാഗമായി ഇവരെ തിരിച്ച് ചുമതലകൾ നൽകി. ആഭ്യന്തര വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ വേഗത്തിലാക്കേണ്ട പ്രധാന ചുമതലയാണ് സിവിൽ വിഭാഗം ചീഫ് എഞ്ചിനീയർമാരുടെ മുന്നിലുള്ളത്. 2030ഓടെ ആഭ്യന്തര വൈദ്യുത ഉൽപാദനം 10,000 മെഗാവാട്ടിൽ എത്തിക്കണമെന്ന ലക്ഷ്യമാണ് KSEBക്കുള്ളത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയത് 112 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതികൾ മാത്രമാണ്. 1970-90 കാലഘട്ടത്തിൽ ശബരിഗിരിയും ഇടുക്കി പദ്ധതിയും നിർമ്മിച്ചപ്പോഴുള്ള അതേ എണ്ണം സിവിൽ എഞ്ചിനീയർമാരാണ് ഇപ്പോഴുമുള്ളത്. എന്നിട്ടും 1997 ശേഷം ഒരൊറ്റ വമ്പം പദ്ധതികൾ പണിയാൻ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ഇടുക്കി 2ാം ഘട്ടവും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ ഉൾപ്പെടെ വലിയ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാനാണ് സിവിൽ വിഭാഗം ചീഫ് എഞ്ചിനീയർമാരുടെ ഘടനയിൽ മാറ്റം വരുത്തിയത്. പ്രോജക്ട് പ്ലാനിംഗ്, എക്സിക്യൂഷൻ, ബിൽഡിംഗ്, ഡാംസ് ആൻഡ് സേഫ്റ്റി എന്നിങ്ങനെയാണ് 4ആയിട്ട് വിഭജിച്ചത്. പദ്ധതികളെ പറ്റിയുള്ള അന്വേഷണം, സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവയാണ് പ്രോജക്ട് പ്ലാനിംഗ് ചീഫ് എഞ്ചിനീയറുടെ ചുമതലകൾ. പദ്ധതിയുടെ ഡിസൈൻ ഉൾപ്പെടെ തയ്യാറാക്കി ടെൻഡർ വിളിച്ച് നടപ്പിലാക്കേണ്ട ചുമതലയാണ് പ്രോജക്ട് എക്സിക്യൂഷൻ ചീഫ് എഞ്ചിനീയർക്കുള്ളത്. പുതിയ കെട്ടിടങ്ങൾ, ക്വാർട്ടേഴ്സുകൾ പണിയുന്നതും പരിപാലനം എന്നിവയൊക്കെ ചെയ്യേണ്ടത് ബിൽഡിംഗ് ചീഫ് എഞ്ചിനീയറാണ്. ഡാമുകളുടെ ചുമതലയാണ് ഡാംസ് ആൻഡ് സേഫ്റ്റി ചീഫ് എഞ്ചിനീയർക്ക്. ഓരോ 3 മാസം കൂടുമ്പോഴും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം വിലയിരുത്തി ഭേദഗതികൾ വരുത്തും. RB സനൂപ്, മീഡിയ 1, തിരുവനന്തപുരം.